തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ കനത്ത മഴയിൽ മുങ്ങിയൊരു ബോട്ടാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ കരാറിനെടുത്ത ഓങ്കാര ബോട്ടാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ബോട്ട് ഉയർത്തി കഴിഞ്ഞോ? ബോട്ടിന്റെ ഒരു ഭാഗം ഇപ്പോൾ ഉയർത്തി കഴിഞ്ഞു. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ മണ്ണിൽ പൂണ്ടിയ നിലയിലായിരുന്നു ബോട്ട്. കഴിഞ്ഞ 8 ദിവസം മുൻപ് ശക്തമായ മഴയിലാണ് ഈ കാറ്റിൽ ഈ നങ്കൂരം ഇളകുകയും ബോട്ട് താഴേക്ക് മുങ്ങിപ്പോകുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ബോട്ട് ഉയർത്തി ഒരു പകുതി വരെ ഉയർത്തി നിർത്തി കൂടുതൽ വെള്ളമെല്ലാം മാറ്റിയ ശേഷമായിരിക്കും കൂടുതൽ ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. ഈ 15 വർഷം പഴക്കമുള്ള ബോട്ടാണ്. സർക്കാർ കരാറിനെടുത്ത ശേഷം ആ കരാർ കാലാവധി അവസാനിപ്പിച്ച ശേഷം വിഴിഞ്ഞം ഹാർബറിൽ എത്തിച്ച് നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു. അതാണ് മുങ്ങിയത്. എന്തായാലും ഓംകാര എന്ന ഈ ബോട്ട് ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നേരത്തെ തന്നെ സ്കൂബ ഡൈവേഴ്സ് ടീമെല്ലാം താഴെ എത്തി ഇതിന്റെ പൊസിഷൻ എല്ലാം നോക്കി വിലയിരുത്തി. അതിനുശേഷമാണ് വലിയ ക്രെയിൻ ഇവിടെ എത്തിച്ച് അത് ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞു ഇത് ഉയർത്താനുള്ള ശ്രമങ്ങൾ. അങ്ങനെ ഒരു ഭാഗം, അതായത് ഏകദേശം ഒരു എഞ്ചിന്റെ ഭാഗം വരുന്ന ഒരു പ്ലേസ്, അത് ആ ഭാഗമാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഇനിയും സമയമെടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇത് പൂർണ്ണമായി ഉയർത്തി വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. അത് ഈ രീതിയിൽ വെള്ളം ഒരു ഭാഗത്തേക്ക് മാറ്റി ഉയർത്തി വെള്ളത്തിന്റെ ഒരു സാധ്യത, അതായത് കൂടുതൽ വെയിറ്റ് എല്ലാം കുറച്ച ശേഷമായിരിക്കും ഇതിന്റെ ഒരു പൂർണ്ണമായി ഉയർത്തിക്കൊണ്ട് വരുന്ന രീതിയിലേക്ക് നടപടി എത്തിയാലും ആ ദൃശ്യങ്ങൾ, അതായത് സ്കൂബ ഡൈവേഴ്സ് അതിന്റെ പൊസിഷനെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും അതിനനുസരിച്ച് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ പൊസിഷൻ, അതായത് ഇതിന്റെ ഇനി എങ്ങനെ ഇതിന്റെ പൊസിഷൻ ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു അറിയോ? വന്നിട്ട് പിന്നെ അവര് അടുത്ത കമ്പി കെയർ കൊണ്ടുവന്നാൽ തന്നെ എന്തെങ്കിലും പറയാൻ പറ്റും. ഇങ്ങനെ തന്നെ നിർത്താൻ ഇപ്പൊ പറ്റുള്ളൂ. നിലവിലെ ഒരു അതിപ്പോ നിലവിൽ ഇങ്ങനെ തന്നെ നിർത്താൻ പറ്റും. എന്നാൽ തന്നെ ആ കമ്പി ഇടേണ്ട എന്തെങ്കിലും വഴി കണ്ടിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. അതിന് കമ്പി പറഞ്ഞതിന് നമ്മൾ വെയിറ്റ് ചെയ്യും. കൂടുതൽ ഈ ക്രെയിനിൽ ഉപയോഗിക്കാനുള്ള കമ്പികൾ വരാനുണ്ട് അല്ലേ? അത് കമ്പി വന്നതിന് ശേഷം തന്നെ ബാക്കി എന്തെങ്കിലും പറയാൻ പറ്റും. കാരണം അത് ഇടേണ്ട പ്ലാനിങ് പിന്നെ നോക്കണം. നോക്കിയതിന് ശേഷം തന്നെ എന്തെങ്കിലും പറയാൻ പറ്റും. ഡൈവേഴ്സ് എല്ലാം താഴെ എത്തിയിട്ട് എന്താ പറഞ്ഞ ഒരു കറക്റ്റ് എന്താണ് നിങ്ങളെ താഴെ എല്ലാം പൊസിഷൻ എങ്ങനെയാണ്? ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് നേരെ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കായിരുന്നു. പകുതി ചെളിയിലും പിന്നെ കല്ലിലായിട്ട് പൂണ്ട് കിടക്കായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഷാഫ്റ്റിലേക്ക് എത്താൻ പറ്റില്ല. കാരണം നമ്മൾ നേരെ എത്തിപ്പെടുന്നത് ഈ ബാക്ക് സൈഡ് മാത്രമാണ്. ഷാഫ്റ്റിലേക്ക് എത്തണമെങ്കിൽ അടിയിലേക്ക് പോകണം. അപ്പൊ നമുക്ക് എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഫസ്റ്റ്. അപ്പൊ നമ്മൾ ഈ സൈഡിൽ കെട്ടിയിട്ട് ബോട്ട് മറയ്ക്കാനുള്ള ഉദ്ദേശമായിരുന്നു. പക്ഷെ നല്ല സ്ട്രോങ് ആണ്. 2 സൈഡിൽ ഇട്ടെങ്കിൽ ഈസിയായിട്ട് പൊന്തിയാലേ പൊക്കാൻ നോക്കിയപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഇത്ര വരെ പൊക്കാൻ കിട്ടി. ഇനിയിപ്പോ ഈ ഷാഫ്റ്റിൽ കെട്ടുക, നേരെ പൊക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. വളരെ വേഗത്തിൽ. ഇനിയിപ്പോ കൂടുതൽ ക്രെയിൻ്റെ ഉപയോഗം ഉണ്ട്? അതോ ഈ ഒരൊറ്റ ക്രെയിൻ്റെ ആണ് ആവശ്യം. ഈ ക്രെയിൻ മാത്രം മതി. ഇനി ഇവരുടെ കയ്യിലാണ് മൊത്തം. നമ്മളെ സാധനം കെട്ടി മണ്ണിൽ നിന്ന് പൂണ്ടിയത് മാറ്റി ഇനിയത് ആ ഷാഫ്റ്റിൽ കെട്ടി കിട്ടിയാൽ ഇവർക്ക് അത് ഈസി ആയിട്ട് പൊക്കിയെടുക്കാൻ പറ്റും. എഞ്ചിൻ സൈഡാ ഇത് പ്രൊപ്പലർ വെയിറ്റ് ഉള്ള ഭാഗമാണ്. വെയിറ്റ് എന്നല്ല, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഭാഗമാണത്. അപ്പൊ ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പൊക്കാൻ പറ്റും. എത്ര സമയം എടുക്കും ഏകദേശം പൂർണ്ണമായി ഉയർത്തി? ആ ഷാഫ്റ്റിൽ കെട്ടാനുള്ള ടൈം അതിപ്പോ നമുക്ക് ഈ മുകളിൽ കെട്ടിരിക്കുന്നത് സ്ട്രോങ് ആണെന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് പോയി കെട്ടാം. ഇതിനൊരു സപ്പോർട്ട് കിട്ടാത്തോടത്തോളം കാലം നമ്മളിത് താഴെ പോയാൽ അത് പൊട്ടിയ ബോട്ടിന്റെ ഒപ്പം ഞങ്ങൾ താഴെ പോകും. നമ്മൾ അതിന്റെ അടിയിലായിരിക്കും. കൂടുതൽ സുരക്ഷിതമായി ഈ ക്രെയിനെല്ലാം കെട്ടിയ ശേഷം മാത്രമായിരിക്കും കൂടുതൽ ഉയർത്തുന്നതിലേക്ക് നടപടി എത്തുക. എന്തായാലും ഈ രീതിയിൽ മതി. അതായത് ഇപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയ ഭാഗത്താണ് ഈ ക്രെയിൻ കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ തന്നെ ഉയർത്തിയെടുക്കാൻ കഴിയും. പക്ഷേ എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് പരീക്ഷിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് നടത്തുന്നത്. SKN ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിലും പക്ഷേ ഈ റോപ്പ് കെട്ടിയ ഭാഗം അത് ഇളകിപ്പോയതിനെ തുടർന്ന് വീണ്ടും താഴുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ശ്രമം നടത്തി അത് ഏകദേശം വെള്ളത്തിന് മുകളിലേക്ക് ഉയർത്താൻ കഴിഞ്ഞെങ്കിലും അത് വീണ്ടും ഈ റോപ്പ് പൊട്ടി താഴത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അതിനുശേഷം വീണ്ടും